ഞാൻ ജയകാർത്തി. തുടി എന്ന് പറയുന്ന മൂവിയുടെ മ്യൂസിക് ഡയറക്ടറാണ്. മേച്ചേരി ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീ ജോസ് എം ടി നിർമ്മാണം ചെയ്ത് ശ്രീ ജോമോൻ ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് തുടി. ആ തുടിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ 2 പാട്ടും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യുക എന്നതാണ് എൻ്റെ ധർമ്മം. അത് നല്ല വൃത്തിക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് ആണ്. തികച്ചും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അതിലൊരു പാട്ട് ട്രൈബൽ സോങ്, അതായത് ഒരു പഴയ ഗോത്ര ഭാഷയിലുള്ളൊരു പാട്ടും അതുപോലെ മലയാളത്തിലുള്ളൊരു പാട്ടും, ആ 2 പാട്ടാണ് അതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൽ പഴയ ഭാഷയിലുള്ള പാട്ട് എഴുതിയിരിക്കുന്നത് അഖില വെള്ളമുണ്ട എന്ന് പറയുന്ന സ്വദേശിയാണ്. അത് പാടിയിരിക്കുന്നത് രഘു ചെമ്പക്കാട് എന്ന് പറയുന്ന ഒരു ആളാണ്, നമ്മുടെ കാസർഗോഡ് സ്വദേശിയാണ്. അതോടൊപ്പം ഒരു മെലഡി മലയാള സോങ് അതിൽ ചെയ്തിട്ടുണ്ട്. അത് പാടിയിരിക്കുന്നത് ഷിജിൽ പഴയങ്ങാടി എന്ന് പറഞ്ഞ സുഹൃത്തും. അതോടൊപ്പം അതിൻ്റെ ഫീമെയിൽ വേഷം, അത് ഡുവറ്റാണ് സോങ്. അതിൻ്റെ ഫീമെയിൽ വേഷം ചെയ്തിരിക്കുന്നത് അഞ്ജുശ്രീ മുന്നാട് എന്ന് പറയുന്ന ഒരു കുട്ടിയും കൂടിയാണ്. പിന്നെ ആ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് സുനിൽ മേലത്താണ്. എനിവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വർക്കിൽ പങ്കെടുക്കാൻ പറ്റിയത്, തുടി എന്ന പ്രൊജക്റ്റിൽ തുടി എന്ന പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ ഇന്നൊരു ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ്. സോ തുടിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇതിൽ പാട്ടുപാടിയവർക്കും പിന്നെ ഇതിന് മറ്റ് ക്യാമറ അങ്ങനെ എല്ലാ മേഖലകളിലൂടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഒരു പടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘു ചെമ്പക്കാട്. മേച്ചേരിയുടെ ബാനറിൽ ജോമോൻ ജോർജ് സംവിധാനം ചെയ്ത് ജോസ് എം ടി അണിയിച്ചൊരുക്കുന്ന തുടി എന്ന ആർട്ട് സിനിമയിൽ പാടാൻ ഒരവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പണിയ ഗോത്ര ഭാഷാ ശൈലിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്, ഈ സിനിമയിലെ പാട്ട് എഴുതിയിരിക്കുന്നത് അഖില വെള്ളമുണ്ട എന്ന് പറയുന്ന ഒരാളാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജയകാർത്തി സാറാണ്. എന്തായാലും ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, എഴുത്തുകാർ, ഇങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക്, തുടി എന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, നമസ്കാരം. ഞാൻ അഞ്ജുശ്രീ. മേച്ചേരി മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ജോമോൻ ജോർജ് സംവിധാനം ചെയ്ത് ജോസ് എം ടി നിർമ്മിച്ച തുടി എന്ന ആർട്ട് ഫിലിമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ മൂവിയിലെ ഒരു പാട്ടിന് ശബ്ദം നൽകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സുനിൽ മേലത്ത് എഴുതിയ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ശ്രീ ജയകാർത്തി സാറാണ്. ഇതിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് ഷിജിൽ പഴയങ്ങാടിയാണ്. ഇങ്ങനെയൊരു പാട്ട് പാടാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് സഹായിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടി എന്ന മൂവിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം ഷിജിൽ ഫ്രം പഴയങ്ങാടി. മേച്ചേരി മൂവീസിൻ്റെ ബാനറിൽ ജോസ് എം ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോമോൻ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന തുടി എന്ന ഒരു ആർട്ട് ഫിലിം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മൂവിയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അതിനുവേണ്ടി എന്നെ ഈ വർക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ജയകാർത്തിയാണ്. അപ്പോൾ ജയകാർത്തിയോടും അതുപോലെ തന്നെ ഗാനരചന നിർവഹിച്ച സുനിൽ മേലോത്ത് അദ്ദേഹത്തോടും ഈ തുടിയുടെ എൻ്റയർ ടീമിനോടും എൻ്റെ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തുടി എന്ന ആർട്ട് ഫിലിം നല്ലൊരു റീച്ചിലേക്ക് എത്തട്ടെ, നല്ലൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ പുസ്തക സമാഹാരം എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ജോമോൻ ജോർജ്, പിന്നെ ഇവിടെ CD ഏറ്റുവാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ തന്നെ പ്രശസ്ത ഗായികയായ എലിസബത്ത്, മറ്റേ ഇവിടെ എത്തിച്ചേർന്ന് വയനാട്ടിൽ നിന്ന് എത്തിച്ചേർന്ന നമ്മുടെ സുഹൃത്തുക്കൾ,
വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യത്യസ്തമായ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹമായിട്ട് ഒരുപക്ഷെ ജോമോൻ ജോർജ് നമ്മൾ സംസാരിക്കുമ്പോൾ ജോബി ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ മകനായ ജോബി അടക്കമുള്ള സുഗതമാഷ അടക്കമുള്ള ആൾക്കാർ ചർച്ച ചെയ്തു. അപ്പോൾ ഈ സിനിമയ്ക്ക് എനിക്ക് ഛായാഗ്രഹണം ചെയ്യാൻ ക്യാമറ ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലും ഇതിൻ്റെ CD പ്രകാശനവും ഒരുമിച്ച് നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാലം പലപ്പോഴും നമ്മളെ പോലെ പല കലാകാരന്മാരും ഉണർന്നെണീറ്റ ഒരു സമയമാണ്. മറ്റു പല പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും കലാപരമായ കഴിവുകളുള്ള പലപ്പോഴും ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ കൂടി കഴിഞ്ഞ ഒരവസരം, അതിന് പോസിറ്റീവ് വശം ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ കൂടുതലായി സംസാരിക്കുന്നില്ല. പ്രശസ്തരായ നന്നായിട്ട് സംസാരിക്കുന്ന വളരെയധികം ആൾക്കാരുടെ വാക്കുകൾ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ വഴികാട്ടിയും കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ പി സന്തോഷ് അവരുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പുസ്തക പ്രകാശനം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എഴുത്തുകാരനും കൂടിയായ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും പ്രാസംഗികനും കൂടിയായ AM ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടിയുടെ CD പ്രകാശനം ചെയ്യുന്ന ആദിവാസി മൂപ്പനായ ചാണക്കേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്ന കേരളത്തിൽ തന്നെ പ്രശസ്തയായ ഗായികയായ എലിസബത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് നന്ദി പറയുന്ന എൻ്റെ സുഹൃത്തായ ജോമോനെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി സന്തോഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാ ചടങ്ങിലും അങ്ങനെ പറയും, എല്ലാ ചടങ്ങിലും നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് പറയുമെങ്കിലും ചില ചടങ്ങുകൾ നമ്മളത് പറയുന്നത് നമ്മൾ മനസ്സിൽ തട്ടിയായിരിക്കുന്നതിൽ യാതൊരു സംശയവും. കാരണം ഞങ്ങളൊക്കെ JCI കാക്കയഞ്ചാൽ എന്നൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾ. ആ പ്രസ്ഥാനത്തിലത്തെ മെമ്പർമാരാണ് കുറേ ആൾക്കാർ ഇപ്പോഴും ഉള്ളത്. ഈ ഒരു പ്രോഗ്രാമിന്റെ കാരണക്കാരനായ ജോമോൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നതും ആ ഒരു പ്രസ്ഥാനത്തിൽ അംഗമായതോടുകൂടിയാണ്. അപ്പോൾ എപ്പോഴൊക്കെയോ ചില വേദികളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങളിൽ നിന്നും ഒരിക്കൽ ഞങ്ങൾ നടത്തിയ പ്രസംഗ പരിശീലന ക്യാമ്പിൽ ജോമോൻ മനോഹരമായി സംസാരിക്കുന്നത് കേട്ടപ്പോഴും സാഹിത്യ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഒഴുക്കോടെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ അന്ന് ഞാൻ അതിനെ വിലയിരുത്തിയിരുന്നു. താങ്കളുടെ മനസ്സിലൊരു സാഹിത്യകാരനുണ്ട്, അല്ലാതെ ഇത്രയും മനോഹരമായ രീതിയിൽ പ്രസംഗം ചെയ്യാൻ ആവില്ല എന്നേ പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹം എന്തൊക്കെയോ ആയിത്തീരും എന്നൊരു തോന്നലുകൾ നമ്മൾ തന്നിരുന്നു. പിന്നീട് അദ്ദേഹം ആ ലോക്ക്ഡൌൺ കാലത്ത് ഒരു ചെറിയ ഡോക്യുമെന്ററി ചിത്രീകരിച്ചു. എല്ലാ സഹായവും നൽകാൻ വേണ്ടി നമ്മുടെ എനിക്ക് തോന്നുന്നു തന്റെ യഥാർത്ഥ കഴിവുകൾ ജോമോൻ ജോർജ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വാഗത ഭാഷകനായ നമ്മുടെ പ്രിയങ്കരനായ ശില്പിയും ഏറ്റവും മികച്ച ഛായാഗ്രാഹകനുമായ സന്തോഷ് മാനസം ഇതുവരെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഴിവിലോട്ട് വന്നിട്ടില്ല. അദ്ദേഹം തുറന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാനത് അഭിമാനത്തോടെ പറയും, നാളെ നമ്മുടെ നാടിന്റെ അഭിമാനമാവുന്ന ഒരു ഛായാഗ്രാഹകനായിട്ട് മാറാൻ സന്തോഷ് മാനസത്തിന് കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മയിൽ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ജോമോൻ ജോമോൻ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഇന്നിവിടെ അതിന്റെ നാന്ദി കുറിക്കപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ മലയോര ഗ്രാമത്തിൽ നിന്ന് ജോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കൂടി ഒരു വയനാടിലെ ഒരു ആദിവാസി പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ തുടി എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു. അതിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നായക നടന്മാരായിട്ട് അഭിനേതാക്കളായി അഭിനയിച്ചു. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചു. അതോടൊപ്പം ആ ഗ്രാമത്തിന്റെ പശ്ചാത്തലവും ആ ഗ്രാമത്തിന്റെ പൈതൃകവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രാമത്തിൽ പോയി താമസിച്ച് അവരുടെ ഭാഷയിൽ ആ സിനിമ എടുത്ത് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ എടുത്തു എന്നുള്ളത് തന്നെയാണ് തുടി എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള ആ സിനിമയുടെ തുടിയുടെ മ്യൂസിക് CD-യുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങ്. അത് ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കരിയായ എലിസബത്താണ്. അതോടൊപ്പം അദ്ദേഹം തന്നെ അതിനോടൊപ്പം തന്നെ എഴുതിയ ഒരു വസന്തകാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന പേരുള്ള ഒരു കാവ്യ സമാഹാരത്തിന്റെ ഒരു പുസ്തകം കൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ആ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ചെറുപുഴയുടെ അഭിമാനം, അല്ലെങ്കിൽ ചെറുപുഴയുടെ എവിടെ നമ്മൾ ചെറുപുഴയിൽ നമ്മളെ ചെറുപുഴയെ ഉയർത്തി കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഒരു അടയാളമായിട്ട് കാണിക്കാൻ പറ്റുന്ന പ്രിയങ്കരനായ നാരായണ മാസ്റ്റർ അതിന്റെ പ്രകാശനം നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് പ്രിയങ്കരനായ നമ്മുടെ AM ബാലകൃഷ്ണൻ സാറാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ധന്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ
ഈ ഒരു ചടങ്ങിൽ കൂടി ഈ തുടി എന്ന് പറയുന്ന സിനിമ കേരളം കടന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളോടും എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അതിന്റെ ഒരു ടീസർ എന്ന രീതിയിൽ ഒരു 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ പ്രിയങ്കരനായ സുഗതം മാഷ് ബാക്കിലിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ ഞെട്ടിച്ചെളി ആ ഒരു 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ കാണുന്നു. ഒരു പ്രൊഫഷണൽ ഹൈടെക് ആയിട്ടുള്ള എത്രയോ മികച്ച ആൾക്കാർ ചെയ്തിരിക്കുന്ന സിനിമയിലൊക്കെ കാണുന്നത് ഇതുപോലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടി 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ടീസർ രംഗം കാണുമ്പോൾ ആ സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ കഷ്ടപ്പാടുകളുടെയും ആ സിനിമ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് മനുഷ്യരുടെ അഹോരാത്രമായ അധ്വാനം ഉണ്ടെന്ന് ആ 10 സെക്കൻഡ് ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മനുഷ്യൻ ഞാൻ ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുമല്ലോ, ചിലതൊക്കെ നമ്മൾ തള്ളും, ചിലത് നമ്മളത് ഉൾക്കൊള്ളും. ഇന്ന് കണ്ടൊരു മെസ്സേജാണ്, ഒരു കഥ പോലെ പറയുകയാണ്. അതായത് ഒരാള് ഒരു ടൗണില് ഒരു കോഫി ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ തൊട്ട് അയാളുടെ കടയിലുണ്ടായിരുന്ന 3 ജോലിക്കാരിൽ 2 പേര് ലീവായതിനാൽ ഇയാൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്രയും തിരക്ക്. അപ്പോൾ ഒരു 3 മണിയായപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര തലവേദന തുടങ്ങി, തല പൊട്ടി പൊളക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഇദ്ദേഹം തന്റെ കടയിലത്തെ ഈ മറ്റേ പണിക്കാരനോട് പറഞ്ഞു, ഒരു അരമണിക്കൂർ നീ കട മാനേജ് ചെയ്യും, ഞാനൊന്ന് പുറത്തു പോയിട്ട് കോഫി കുടിച്ചിട്ട് എന്താ പറയുക ഒരു ഗുളിക മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഇയാൾ പുറത്തിറങ്ങാം. അങ്ങനെ നമ്മൾ ഈ ചായക്കടക്കാരനിലേക്ക് ഈ കാപ്പിക്കടക്കാരൻ തൊട്ടപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഒരു പെയിൻ കില്ലർ വാങ്ങിയിട്ട് കഴിച്ചു. പക്ഷെ സ്ഥിരം അവിടെ ഇരിക്കുന്ന ആ നമ്മുടെ മെഡിക്കൽ ഷോപ്പിന്റെ ഉടമസ്ഥനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയോട് ഈ തലവേദന ലേശം കുറഞ്ഞപ്പോ ഈ ചായക്കടക്കാരൻ അല്ലെങ്കിൽ കാപ്പിക്കടക്കാരൻ ചോദിക്കുകയാണ്, നമ്മുടെ മുതലാളി കെമിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ മെഡിക്കൽ ഷോപ്പിന്റെ ഉടമസ്ഥൻ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വല്ലാത്ത തലവേദനയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 3 മണിയാകുമ്പോൾ തൊട്ടപ്പുറത്ത് ചായക്കടയിൽ കാപ്പിക്കടയിൽ പോയിട്ട് ഒരു സ്ട്രോങ് കാപ്പി കുടിച്ച തലവേദന മാറുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം താങ്കളുടെ കടയിലോട്ട് പോയിട്ടുണ്ടെന്ന്. ഇത് ചെറിയ വളരെ നിസ്സാരമായ ഒരു ത്രെഡാണ്. പക്ഷെ ആ ത്രെഡിൽ ഒരു വലിയ കാര്യമുണ്ട്. നമ്മളുടെ അകത്ത് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് എന്നുള്ള ഒരു വലിയ തത്വം. അത് തിരിച്ചറിയാതെയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോ ഒരു വ്യക്തിക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമാധാനവും സന്തോഷമാണെന്ന് പറയേണ്ടത്. പണവും മറ്റു കാര്യങ്ങളും ഒരുപാട് ഉണ്ടായിട്ട് സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാം. സമാധാനവും സന്തോഷവും മനസ്സമാധാനവും നേടണമെങ്കിൽ അതുവഴി സന്തോഷം വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള എന്താണോ കഴിവ്, ആ കഴിവ് അയാൾ ഉപയോഗപ്പെടുത്തി ആ കഴിവ് വഴി അയാൾ ശ്രദ്ധിക്കപ്പെട്ട് അതിൽ കൂടി അയാൾ വിജയിക്കുമ്പോഴായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവും. അല്ലാതെ നമ്മളിലൊക്കെ ഒരുപാട് കഴിവുണ്ട്, അതൊക്കെ മൂടി വെച്ചിട്ട് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ ലോകം വിട്ടു പോയിരുന്നതിൽ എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക? നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ പേര് ടോഡ് ഹെൻറി എന്നാണ്. ടോഡ് ഹെൻറി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ലോകത്തെ ഏറ്റവും വിറ്റഴിഞ്ഞ പുസ്തകത്തിന്റെ പേര് ഡൈ എം ടി എന്നാണ്. ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഡൈ എം ജി വല്ലാത്തൊരു പുസ്തകമാണ്. പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടൽ വരും. ഡൈ എം ജി എന്ന് പറഞ്ഞാൽ ശൂന്യമായതോടുകൂടി മരിക്കുക എന്നാണ്. നിങ്ങൾ ശൂന്യതയോടുകൂടി ശൂന്യമായിട്ട് പോവുക, ഇവിടുന്ന് യാത്ര ചെയ്യും. ഇവിടുന്ന് ഈ ലോകം വിട്ട് മരിച്ചു പോകുമ്പോൾ കയ്യിലൊന്നും കരുതരുത്. ഡൈ എം ജി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം അദ്ദേഹം എഴുതാൻ കാരണക്കാരനായ ഒരു സന്ദർഭം അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലൊരു വലിയ ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സദസ്സിൽ ഒരുപാട് ആൾക്കാരിയ്ക്കുന്നു. ഇതിന്റെ ഒരു ഡയറക്ടറായ ആളാണ് ഈ വേദിയിലിരുന്ന് സംസാരിക്കുന്നത്. അയാൾ തന്റെ പ്രസംഗത്തിനിടയിൽ ഈ സദസ്സിലെ ഓഡിയൻസിനോട് വിളിച്ചു ചോദിച്ചു, വിച്ച് ഈസ് ദ റിച്ചസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എവിടെയാണ് എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ സദസ്സിലിരുന്നൊരു വളരെ കഴിവുള്ള ഒരു വ്യക്തി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, അത് ഓയിൽ പാടങ്ങളാൽ എണ്ണ കിണറുകളാൽ നിറഞ്ഞ അറേബ്യൻ രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങളായിരിക്കാം, ഗൾഫ് രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങളായിരിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ആ ഉത്തരത്തിൽ അത്ര തൃപ്തി വന്നില്ല. അപ്പൊ അദ്ദേഹം തലകുലുക്കി. അപ്പൊ രണ്ടാമതൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എങ്കിലും അത് ആഫ്രിക്കൻ രാജ്യങ്ങളിലത്തെ ചില പ്രദേശങ്ങളായിരിക്കാം, ഒരുപാട് ധാതു വിഭവങ്ങളാൽ സമ്പന്നമായ സ്വർണത്തിന്റെ അടക്കം അയിരികളുള്ള ഗോൾഡ് മൈനുകളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളായിരിക്കാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അതിനും ഇദ്ദേഹം ഉത്തരം സംതൃപ്തനായില്ല. അവസാനം ഡയറക്ടർ വിളിച്ചു പറയുന്ന അയാളുടെ മനസ്സിൽ അയാൾ പറഞ്ഞ ഉത്തരം, ഞാൻ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം സെമിത്തേരികളാണ്. ഞാൻ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം സിമെട്രികളാണ്, സെമിത്തേരികളാണ്, ശ്മശാനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ പുറത്തെടുക്കപ്പെടാൻ പറ്റാതെ പോയ, പ്രാവർത്തികമാക്കാൻ പറ്റാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുടെ അടിഞ്ഞു കിടക്കുന്ന, പുറത്തെടുക്കാൻ പറ്റാതെ മണ്ണടിഞ്ഞു പോയ സ്വപ്നങ്ങളാൽ സമ്പന്നമായ പ്രദേശം സെമിത്തേരിയായി. ആ ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ടോഡ് ഹെൻറി ഡൈ എം ടി എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നത്.
എന്നിട്ട് അദ്ദേഹം നമ്മോട് പറയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തെടുത്ത് സമൂഹത്തിന് പുറത്തെടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ശൂന്യമായ മനസ്സോടും ശൂന്യമായ കൈയോടും കൂടി മാത്രമേ നിങ്ങൾ ഈ ലോകം വിട്ടു പോകാൻ പാടുള്ളൂ. അല്ലാതെ ഇത് മനസ്സിൽ വെച്ചിട്ട്, അത് പുറത്തെടുക്കാനാവാതെ മനസ്സിൽ വെച്ചിട്ട് നാളെ നിങ്ങൾ ഈ ലോകം വിട്ടു പോയാൽ അത് നിങ്ങൾ ലോകത്തിനോടും നിങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നാണ് DMT എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയമുണ്ടോ, ആ ആശയം പ്രാവർത്തികമാക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ആർട്ട്, ഒരു കലാരൂപം ഉണ്ടോ, അത് പെർഫോം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രൊജക്ട് ഉണ്ടോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ സംഗീതമുണ്ടോ, നിങ്ങളൊരു ഗായികയാവുക. നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ടോ, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. നിങ്ങളുടെ മനസ്സിൽ വിദ്യാഭ്യാസമുണ്ടോ, അത് മറ്റുള്ളവർക്ക് അറിവായി നൽകുക. ഏത് രീതിയിലായാലും നിങ്ങളിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ട് ഈ ലോകം വിട്ടു പോവുക എന്നാണ് ടോഡ് ഹെൻറി DMT എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മൊത്തമായിട്ട് പറയുന്നത്. ഞാനിവിടെ ഈ പറഞ്ഞതിന്റെ എൻ്റെ ഈ പ്രസംഗം ഇത്ര കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇത്ര മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയാവണമെങ്കിൽ നമ്മളുള്ള ഒരു കഴിവ് നമ്മൾ പുറത്തെടുക്കണം എന്നുള്ളതാണ്. അതിൽ ജോമോൻ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം തികച്ചൊരു ബിസിനസ്സുകാരനായിട്ട് ചെറുപുഴയിൽ വന്ന ആളാണ് അദ്ദേഹം, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ബിസിനസ് വലിയ ഒരു വിജയമായി എന്നൊന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്കത് അറിയാം. ഒരുപാട് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ജോമോൻ, എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ ടെൻഷൻ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും സാമ്പത്തിക ടെൻഷനുള്ള വ്യക്തി ഈ ലോക്ക്ഡൌണിൽ തന്റെ മനസ്സിലുള്ള ഒരു അനന്തമായ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുകയും അതുവഴി ഈ വയനാട് പോലുള്ള ഒരു പശ്ചാത്തലത്തിൽ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് തുടി എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം തന്റെ മനസ്സിലുള്ള ഒരു വലിയ കഴിവിനെ, ഒരു സംവിധായകൻ എന്നൊരു കഴിവിനെ അദ്ദേഹം പുറത്തെടുക്കാൻ ഈ ലോക്ക്ഡൌൺ കാലം അദ്ദേഹം വിനിയോഗിച്ചു. അതുവഴി അദ്ദേഹം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അഭിമുഖം ഞാൻ കണ്ടു. ഈ സിനിമ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ മാത്രമല്ല, ഒരുപാട് വിദേശ രാജ്യങ്ങളിലടക്കം അതിന് പ്രദർശന സാധ്യതയുള്ള ഒരു സിനിമയാണ്. ശരിക്കും ഒരു കൊമേഴ്സ്യൽ സിനിമയേക്കാൾ ഒരു ആർട്ട് സിനിമകളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമകൾ ഡോക്യുമെന്ററി എടുത്തു കഴിഞ്ഞാൽ നേരെ പ്രൊഫഷണൽ സിനിമകളിലോട്ട് ചാടുന്ന ആളുകളുടെ ഒരു കാലഘട്ടത്തില് ഒരു വലിയ സാമ്പത്തികമായ വലിയ സാധ്യതയെ മുന്നിൽ കാണാതെ തന്റെ മനസ്സിലുള്ള ഒരു ആശയത്തിന് ഏറ്റവും മനോഹരമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ സംവദിക്കുകയും അതുവഴി എന്റെ നാട്ടിലുള്ളവർക്കും എന്റെ ചുറ്റുപാടുള്ളവർക്കും അതിന്റെ അവസരം നൽകുകയും ചെയ്യുക എന്ന രീതിയിലാണ് തുടി എന്ന് പറഞ്ഞ സിനിമ ഇവിടെ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. OTT പ്ലാറ്റ്ഫോമിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിലീസ് ഉണ്ടാകുമെന്ന് ജോമോൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമ ഒരു വൻ വിജയമാവട്ടെ. അതിന്റെ സാമ്പത്തിക വിജയത്തിനേക്കാൾ ഉപരി ജോമോൻ എന്ന് പറയുന്ന ഒരു സംവിധായകനും സന്തോഷ് മാനസം എന്ന് പറയുന്ന ഒരു ഛായാഗ്രഹകനും സുഗതൻ മാഷ് എന്ന് പറയുന്ന ഒരു അഭിനേതാവും ഈ നാടിന് സംഭാവന ചെയ്യാൻ ആ സിനിമയുടെ വിജയത്തിൽ കൂടി കഴിയട്ടെ. ആ രീതിയിലാണ് ആ സിനിമ വിജയമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ജോമോൻ എന്ന് പറയുന്ന പേരിന് കൂടി ഇപ്പൊ ജോമോൻ ജോർജ് എന്നാണുള്ളത്. നാളെ അത് ജോമോൻ ചെറുപുഴ എന്ന പേരിലുള്ള ഒരു പ്രശസ്ത സംവിധായകന്റേതായി തീരട്ടെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മുടെ മലയാള സിനിമാ രംഗത്ത് ഒന്ന് രണ്ട് ജോമോന്മാരുണ്ട്. ഒരു ജോമോൻ ഉണ്ട്, സംവിധായകനായ ജോമോൻ ഉണ്ട്. മറ്റൊരു ജോമോൻ T. ജോൺ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഛായാഗ്രാഹകനുണ്ട്. അതുകൊണ്ട് തന്നെ ജോമോൻ എന്ന പേരിനേക്കാൾ ചിലപ്പോൾ ജോമോൻ ശ്രദ്ധിക്കപ്പെടേണ്ടത് നമ്മുടെയൊക്കെ ആഗ്രഹം ജോമോൻ ചെറുപുഴ എന്ന പേരിലാവട്ടെ. അങ്ങനെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ സിനിമാ രംഗത്ത് ചെറുപുഴയുടെ പേരും അടയാളപ്പെടുത്തട്ടെ. അതിന് ജോമോൻ ജോർജിന് സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ വേദിയിൽ പ്രാർത്ഥിക്കാനുള്ളത്, ആശംസിക്കാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ ഒരു വസന്തകാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന രീതിയിൽ ഒരു സാഹിത്യ ഒരു കവിതാ സമാഹാരത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ എന്റെ പബ്ലിഷിംഗ് അടക്കമുള്ള കാര്യം അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഈ സിനിമയുടെ തിരക്കിനിടയിൽ ഇതെങ്ങനെ ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് ഞാൻ ജോമോനോട് ചോദിക്കുകയും ചെയ്തു, ഈ സിനിമയുടെ എന്തെങ്കിലും ആണോ ഈ പുസ്തകം? അപ്പൊ ജോമോൻ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമാണ്, സിനിമയും പുസ്തകവും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു സിനിമയുടെ വർക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എഴുതി കൂട്ടിയ ഞാൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലുള്ള ആഗ്രഹം പ്രാവർത്തിയാകുന്നത് ഒരു പുസ്തകം. എന്റെ മുമ്പിലിരിക്കുന്ന ധാരാളം പക്ഷേ എത്രയോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് നിരവധിയായ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്താണ് ഒരു പുസ്തകം എഴുതണം. അത്യാവശ്യം പുസ്തകം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടേതായ പ്രശ്നങ്ങൾ അത് കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതൊന്ന് ആറ്റിക്കുറുക്കി എടുത്തിട്ട് ഒരു പുസ്തകമാക്കി മാറ്റാൻ എന്നും കഴിയില്ല. ടൈറ്റിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അതിന്റെ ഹിൻസെല്ലാം കുറിച്ച് വെച്ച് കാലം കുറയാം. അപ്പൊ അതാണ് നമുക്ക് സമയമില്ല അതിന് കാരണം പറയുന്നത്. നമ്മൾ ജോമോൻ ആ സമയത്ത് അങ്ങനെ ചെയ്തില്ല. തന്റെ കട കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഒരു സിനിമയും ആ പുസ്തകം ഒരുപാട് ആളുകളാൽ വായിക്കപ്പെടട്ടെ എന്നും ആ തുടി എന്ന് പറയുന്ന സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നീ ഇത് സമ്മതിച്ചു കൊടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ
പ്രതിഭാവിലാസം പേറുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം പുറപ്പെടൽ എന്നത് ഒരു കുഞ്ഞിൻ്റെ പിറവി പോലെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. കവിതയിൽ ജോമോനെ വെളിപ്പെടുത്തുന്നത് ഈ പുസ്തകമാണ്. ഒരുപക്ഷെ മലയാള കാവ്യം അതിന് 5 നൂറ്റാണ്ടിൻ്റെ പഴക്കമാണ് ഉള്ളത്. ചെറുശ്ശേരി മുതൽ ആരംഭിച്ച ഒരു പഴക്കം. മലയാള ഭാഷാ കവിത്വത്തിൻ്റെ കാവ്യശേഷിയുടെ പ്രതിഭയുടെ പിതാവ് എന്ന് നമുക്ക് ചെറുശ്ശേരിയെ നിസ്സംശയം പറയാം. ഈ 5 നൂറ്റാണ്ടെന്നുള്ളത് മലയാളത്തിൻ്റെ പഴക്കമേ അല്ല, അതിന് ദശസഹസ്രം വർഷങ്ങളുടെ പഴക്കം സ്വാഭാവികമായുമുണ്ട്. നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെയൊക്കെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 5000-ലധികം വർഷത്തെ പഴക്കം നാം അറിഞ്ഞ സംസ്കാരത്തിനുണ്ട് എന്ന് പറയാറുണ്ട്. എന്തായിരുന്നു നമ്മുടെ പഴയ ഭാഷ എന്ന് അന്വേഷിക്കുമ്പോൾ ഭാഷാശാസ്ത്രജ്ഞർ അങ്ങനെയൊരു അവസാന ഉത്തരത്തിലൊന്നും എത്തിയിട്ടില്ല. പക്ഷേ ആ ഭാഷയുടെ പഴക്കത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എത്താവുന്ന ഒരു ഇടം ഈ പ്രകാശനത്തിനുള്ളിലുണ്ട്, ഈ പുസ്തകത്തിനുള്ളിലുണ്ട്, ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. മൂല ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്നാണ് പറയുക. ശ്രദ്ധേയമായ ഒരു ഭാഷാ ഗോത്രമാണ് മൂല ദ്രാവിഡ ഭാഷ എന്നുള്ളത്. അതിനു പഴക്കവും 5000 സംവത്സരങ്ങളിലധികമുണ്ട്. പിന്നീട് നമ്മൾ ഈ ഉൾപ്പെടുന്ന പ്രദേശമൊക്കെ ചെന്തമിഴും തമിഴും ഒക്കെ പറഞ്ഞിരുന്നൊരു പ്രദേശമാണ്. 2-ാം നൂറ്റാണ്ടിൽ ചിലപ്പതികാരം പുറപ്പെട്ടത്, വളരെ പ്രസിദ്ധമായ തമിഴ് കൃതിയായ ചിലപ്പതികാരം, ഇളങ്കോവടികളുടെ ചിലപ്പതികാരം പുറപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. ഇളം അടികളായ ഇളയ രാജകുമാരനായ ഇളങ്കോവടികളാണ് ചിലപ്പതികാരത്തിലൂടെ കേരളത്തിനെ പ്രസിദ്ധമാക്കിയത്. അപ്പോൾ ചേര രാജാക്കന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നീട് 8-ാം നൂറ്റാണ്ടിൽ വെൺപാമാല എന്ന് പറയുന്ന ഒരു തമിഴ് സാഹിത്യകൃതിയാണ് സാഹിത്യ അന്വേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഭാഷാകൗടില്യം വന്നു. ഭാഷാകൗടില്യം 10-ാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ രചനാകാലമെന്ന് കരുതപ്പെടുന്നു. ഉള്ളവരൊക്കെ സാഹിത്യ ചരിത്രത്തിൽ 11-ാം നൂറ്റാണ്ടിന് മുമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ 10-ാം നൂറ്റാണ്ട് തന്നെയാവാം. അത് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെ തമിഴും മലയാളവും കൂട്ടിക്കലർത്തി പറഞ്ഞ ഒരു കൃതിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മണിപ്രവാളത്തിൻ്റെ കാലമായിരുന്നു. 10 മുതൽ 15 വരെ നൂറ്റാണ്ടുകൾ. ഉണ്ണിയച്ചി ചരിതവും ഉണ്ണിയാടി ചരിതവും ഉത്തര കൗണോത്തരയുടെ ചരിത്രവും ഒക്കെ ഇളകിയാടിയ കാലഘട്ടം. അമ്മ മകളെ വേശ്യാവൃത്തി പഠിപ്പിക്കുന്നത് വിശദമായി വർണ്ണിച്ച വൈശിക തന്ത്രത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടവും മറികടന്നിട്ടാണ് സംസ്കൃത കൃതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിച്ചത്. അത് ആര്യ സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ്. അതിന് പിന്നാലെയാണ് ശുദ്ധ മലയാള കവിതയുമായി നമ്മുടെ ചെറുശ്ശേരി വന്നത്. ചെറുശ്ശേരി ആരെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അദ്ദേഹം കണ്ണൂരുകാരനാണ്, കോലത്തു നാട്ടുകാരനാണ്, കാനത്തൂർ ഗ്രാമത്തിലാണ് ജനിച്ചത് എന്നൊക്കെ ബിരുദാനന്തര ബിരുദ ക്ലാസ്സിൽ അധ്യാപകൻ പേർത്തും പറയുമ്പോഴും കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരിയിൽ എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാതെ പ്രയാസപ്പെട്ട സാഹിത്യ പഞ്ചാനകൻ PK നാരായണപിള്ളയെ പോലുള്ള ആളുകളുണ്ട്. നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കാനത്തൂർ ഗ്രാമക്കാരനാണ് ചെറുശ്ശേരി, 15-ാം നൂറ്റാണ്ടുകാരനായ ചെറുശ്ശേരി എന്ന് നമ്മളും വിശ്വസിക്കുന്നു. അജ്ഞയാ കോലഭൂവസ്യ പ്രജ്ഞസ്യോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായാം എന്ന് ഓരോ സർഗാവസാനത്തിലും, കൃഷ്ണഗാഥയുടെ സർഗാവസാനത്തിലും ചെറുശ്ശേരി പറയുന്നത് കൊണ്ട് നാം ചെറുശ്ശേരിയെ കൃഷ്ണഗാഥയുടെ കർത്താവായി അംഗീകരിച്ചു. ചെറുശ്ശേരി എന്നൊരാളേ ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് പ്രൗഢ ഗംഭീരന്മാരായ നിരൂപകരുള്ള കേരളം കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഭാരതഗാഥ എന്ന് വാദിച്ചവരും അദ്ദേഹത്തിൻ്റെതല്ല ഭാരതഗാഥ എന്ന് പറഞ്ഞവരും അനവധി. കൃഷ്ണഗാഥയുടെ ഒന്നും ശേഷിയും ശേമുഷിയും പ്രാജ്ഞ സ്വഭാവവും ഭാരതഗാഥയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെതല്ല
എന്ന് നമുക്കും വിശ്വസിക്കാം. പ്രണയം വെച്ചു നീട്ടിയ കിനാവുകൾക്ക് കാമത്തിന്റെ രുചിയുണ്ടായിരുന്നു എന്നാണ് ജോമോൻ പറയുന്നത്. മാംസനിബദ്ധമല്ല അനുരാഗം എന്ന് പറഞ്ഞ കവിയെ, ആശാനെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഈ അനുരാഗത്തെ കവി തിരിച്ചറിയുന്നത് ഇങ്ങനെ: പ്രണയം വെച്ചു നീട്ടിയ കിനാവുകൾക്ക് കാമത്തിന്റെ രുചിയുണ്ടായിരുന്നു എന്നാണ്. ഒരുപക്ഷെ എന്താണ് പ്രണയം എന്ന ചോദ്യത്തിന് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കാമം തന്നെയാണുള്ളത് എന്ന എല്ലാ എഴുത്തുകാരും എല്ലാ ചിന്തകരും അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. കാമത്തിൽ നിന്ന് പ്രണയം ഉത്ഭവിക്കുന്നു, പ്രണയത്തിൽ നിന്ന് കാമവും ഉത്ഭവിക്കുന്നു എന്ന ഒരു വൈരുദ്ധ്യ സ്വഭാവം അതിനുണ്ട് എന്നർത്ഥം. അതേപോലെ കോവിഡിന്റെ കാലത്ത് അദ്ദേഹം എഴുതിയ കവിതയിൽ അകലില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, അകലാതിരിക്കാൻ അകന്നിരിക്കാം എന്ന ഒരു പക്ഷേ നമുക്ക് പുതിയ കാലത്തിൻ്റെ, കോവിഡ് കാലത്തിൻ്റെ മുദ്രാവാക്യമായി കരുതാവുന്ന വരികളും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ജോമോനെ ഇനി കവിതയുടെ മേഖലയിൽ അടയാളപ്പെടുത്തേണ്ടത് കാലമാണ്. നമ്മൾ വായനക്കാരാണ്. പുതിയ ലോകം സാഹിത്യത്തിൻ്റെ ഈ ഒരു സിംഹാസനം അദ്ദേഹത്തിന് നൽകുമെന്ന് നാം പ്രതീക്ഷിക്കാം. എവിടെയെങ്കിലും തിരിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമാണ് എഴുത്തുകാരനെ സംബന്ധിച്ച്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തിരിച്ചറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനുമാണ്. ഭാര്യയും ഭർത്താവും കലമ്പ് കൂടുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേയില്ല എന്ന് പരസ്പരം പറയുമ്പോൾ പരസ്പരം അംഗീകരിക്കപ്പെടാത്തതിൻ്റെ പ്രശ്നമാണത്. ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു കവിതയുണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ഇല്ലാത്തടത്ത് കവിത ഉണ്ടാകുന്നതുമില്ല. ജീവിതം കവിതയാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ വിശിഷ്ടമായ ഈ ചടങ്ങിന് ജോമോൻ്റെ പുസ്തകം പുറത്തു വരുന്നതിന് നിയോഗിക്കപ്പെട്ടതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കേരളം വലിയ രീതിയിൽ കവിതകൾക്ക് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദേശമാണ്. ഒരു പക്ഷേ 2 കാവ്യധാരകൾ ഒരേ സമയം കേരളത്തിൽ നിലനിന്നു പോന്നിട്ടുണ്ട്. അഭിജാതരുടെ ഒരു കാവ്യശാഖയും അനഭിമതരുടെ വേറൊരു കാവ്യശാഖയുമുണ്ട്. ആ അനഭിമതരുടെ കാവ്യശാഖ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വന്ന മൂലദ്രാവിഡത്തിൽ നിന്ന് പൊട്ടി മുളച്ച ഒന്നാണ്. ആ ഭാഷയൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ സിനിമയിലൊക്കെ ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതിന് നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പഴയ കാലത്തൊക്കെ അത് മലയാളത്തിൽ പറഞ്ഞാൽ മ്ലേച്ഛം എന്ന് കരുതിയിരുന്നു. അരക്കവി, മലയാളത്തിൽ കവിത എഴുതുന്നവർ അരക്കവി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അരക്കവികളല്ല, മുഴുവൻ കവികളാണ് മലയാളത്തിൽ സംസാരിക്കുന്നതും മലയാളത്തിൽ പറയുന്നതും എന്ന് നമ്മുടെ എഴുത്തച്ഛൻ ചെറുശ്ശേരി മുതലുള്ള ഇങ്ങോട്ടുള്ള ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തച്ഛനെയൊക്കെ മനോഹരമായിട്ട് മാപ്പിള രാമായണം തിരുത്തുന്നതൊക്കെ നമ്മളൊരു പക്ഷേ കണ്ടു കാണും. അപ്പോൾ പണ്ടു താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളീ രാമായണൻ കഥ പാട്ട്. കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട്, കാതു രണ്ടിലും കൈതിരുകി കിരുകിരുക്കും പാട്ട്. 3 പെണ്ണിനെ ദശരഥന്നിക്കാഹു ചെയ്ത പാട്ട്, അമ്മിക്കും മായം മറിഞ്ഞും മക്കളില്ല പാട്ട്. പായസം കഴിച്ചു 3ഉം 4 പെറ്റ പാട്ട്, കണ്ടതല്ലേ ഞമ്മളീ രാമായണം കഥ പാട്ട്. പ്രൗഢഗംഭീരമായ രാമായണത്തൊക്കെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നാട്ടു സംസ്കാരം മാപ്പിള രാമായണമാക്കുന്നത്. ശൂർപ്പണഖ രാമൻ്റെ അടുത്ത് പോയിട്ട്, ആരാ നിങ്ങൾ ബാല്യക്കാരാ പേരെന്താടോ, കൂടെ കാണും പെണ്ണേതാ നിൻ വീടരാണോ എന്നൊക്കെ മാപ്പിള ഭാഷയിൽ ചോദിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ മാപ്പിള രാമായണത്തിൽ. ഇതാ ഞാൻ പറഞ്ഞത്, രാമായണത്തിന് വേറിട്ട് ഒരുപാട് ഭാഷ്യങ്ങളുണ്ട്, 100 കണക്കിന് രാമായണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മാപ്പിള മലയാളത്തിലൂടെ മാപ്പിള രാമായണവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ വളരെ ദൈർഘ്യമാകും. ഒരുപക്ഷെ മടുപ്പ് നിങ്ങളുടെ കണ്ണുകളിലേക്കൊക്കെ ചേക്കേറുന്നത് ഞാൻ കാണുന്നു. ഞാൻ ഈ വേദിയിൽ നിന്ന് മെല്ലെ പിൻവാങ്ങുകയാണ്. ഈ വിശിഷ്ടമായ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ഈ വേളയ്ക്ക്, ഈ അവസരത്തിന് നന്ദി, നമസ്കാരം. ഞാൻ ഇപ്പോഴാണ് ഈ പുസ്തകം കാണുന്നത്. ഒറ്റയിരിപ്പിൽ ആ 8 കവിതകൾ ഞാൻ വായിച്ചു. ഒറ്റ വായന കൊണ്ട് ഒരു പുസ്തകത്തെ നമുക്ക്, പ്രത്യേകിച്ച് കവിതയെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ആവർത്തിച്ച് വായിക്കപ്പെടുമ്പോഴാണ് കവിതയുടെ വരികൾക്കിടയിലെ വാക്കുകളും നമുക്ക് കാണാനാകും.
അപ്പോഴാണ് ജോമോൻ്റെ മനസ്സിലുള്ള ആശയത്തിനപ്പുറത്തേക്ക് ആ കവിത വളരുകയും വികസിക്കുകയും ചെയ്യും. ആ അർത്ഥത്തിലുള്ള വായനയും പുനർവായനയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും പ്രഥമ വായനയിൽ ഈ 8 കവിതകൾ എനിക്കിഷ്ടപ്പെട്ടു. താളത്തിൽ ചൊല്ലാവുന്ന അർത്ഥസമ്പുഷ്ടമായ കവിത. പക്ഷേ എനിക്ക് പരിണാമം വല്ലാതെ പിടിച്ചു. അതെൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാവും. ഞാനും ജോമോനും തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമുണ്ടെന്ന് എനിക്ക് തോന്നിയത് പരിണാമം വായിച്ചപ്പോഴാണ്. അവിടെ ഞങ്ങൾ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ബന്ധം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. നിങ്ങൾക്ക് മറ്റു കവിതയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണല്ലോ കവിത വായിച്ചെടുക്കുക. അപ്പോൾ ഈ 8 കവിതകളിൽ എന്നോടൊരു നല്ല കവിത തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ പ്രഥമ വായനയിൽ ഞാൻ പരിണാമത്തെ ഇങ്ങെടുക്കുന്നു. അത്ര സന്തോഷമാണ്. എന്നാൽ അതിനുമപ്പുറമുള്ള കാവ്യ സൗന്ദര്യം ഇതിനകത്തുണ്ട്. ലക്ഷണശാസ്ത്രം കവിതയുടെ ശാസ്ത്രം വെച്ചിട്ടല്ല, മറിച്ച് ഒരു വായനക്കാരൻ എന്ന രീതിയിൽ നമ്മെ വല്ലാതെ കൊണ്ട് ആകർഷിക്കുന്ന ഒരു കാന്തവലയം ഇതിനകത്തുണ്ട്. അത് പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിരഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അനുഭൂതിയുടെ കാന്തവലയമാണ്. ആമുഖത്തിൽ അവതാരികയിൽ മാഷ് പറഞ്ഞതുപോലെ ഈ ചെറു പുസ്തകം ഒരു നീറ്റലിൻ്റെ വരകളാണ്. സാമൂഹ്യവും കുടുംബപരവും ചുറ്റുപാടുകളും ഒക്കെ ഒരു എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന നീറ്റലാണ്, പൊള്ളലാണ് കവിതയായും കലാസൃഷ്ടിയായും ഒക്കെ പുറത്തു വരിക. പക്ഷേ ഇതൊരു വല്ലാത്ത വിങ്ങൽ, തേങ്ങൽ, അതിൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പേരിൽ ഒരു വല്ലാത്ത ശുഭാപ്തി വിശ്വാസം കൃത്യമായി പ്രകടവുമാണ്. ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ശുഭാപ്തി വിശ്വാസം ഉള്ള ഒരു കവിയുടെ കവിതാ പുസ്തകത്തിന് ചേർന്ന പേര്. പക്ഷേ ജോമോൻ്റെ ഈ കവിതയിൽ എനിക്ക് അല്പം ഒരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് വിരഹത്തിൻ്റെ ഈ നീറ്റലിനിടയിൽ ഒരല്പമാത്രമായി പോയി പ്രതീക്ഷ എന്നതാണ്. പ്രതീക്ഷയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതീക്ഷയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് നൈരാശ്യമാണോ എന്ന് ഞാൻ സംശയിച്ചു പോകും. പാടില്ലാത്തതാണ്, ഈ കാലത്തൊരിക്കലും വരുതാത്തതാണത്. കാരണം ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മെ ആവർത്തിച്ച് നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നാളെ എന്തായാലും ഇതാണ് സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ഒരു ശരാശരി മനുഷ്യന്റെ മുന്നിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ചോദ്യം. നാളെ എന്തായാലും, പ്രത്യേകിച്ച് ഈ ദുരിത രോഗകാലത്ത് പ്രവാസികൾ ഉൾപ്പെടെ തൊഴിൽ നഷ്ടപ്പെട്ട് പലായനം ചെയ്ത് നാട്ടുകെത്തി ഹതാശരായി നിൽക്കുന്നു. തൊഴിൽശാലകളിൽ പണി അന്യമായിരിക്കുന്നു. വരുമാന മാർഗം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി കാലം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശരാശരി മനുഷ്യന്റെ ഉത്കണ്ഠ നാളെ എന്തായാലുമെന്ന, ഞാനിന്ന് അനുഭവിക്കുന്ന നാളിതുവരെ അനുഭവിച്ച ദുരിതങ്ങളുടെ കഥ വേറെ. അതിന്റെ സാഹചര്യങ്ങളോട് സംവദിക്കാൻ ഒരു കവിക്കും കലാകാരനും ബാധ്യതയുണ്ട്. പക്ഷേ പുതിയ കാലം ആവശ്യപ്പെടുന്നത് അതിനുമപ്പുറമുള്ള ഒരു പ്രതിരോധത്തിന്റെ അന്വേഷണമാണ്. ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള കൂട്ടായ അന്വേഷണം. ആ അന്വേഷണത്തിന് കരുത്തു പകരുന്നത് പ്രത്യാശയായിരിക്കണം, പ്രതീക്ഷയായിരിക്കണം. ആ പ്രത്യാശയും പ്രതീക്ഷയും സമൂഹത്തിലേക്ക് നിരന്തരമായി വ്യാപരിപ്പിക്കുക എന്നതാവണം കവിയുടെയും കലാകാരന്റെയും വർത്തമാനകാല സാമൂഹ്യധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ, സമൂഹത്തെ ഉണർത്താൻ, കൂട്ടായ അന്വേഷണങ്ങൾക്ക് കരുത്തു പകരാൻ പറ്റുന്ന പ്രതീക്ഷയും പ്രത്യാശയും പ്രചരിപ്പിക്കാൻ കവിതകൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നല്ല കനമുള്ള വാക്കുകൾ, അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ, കാവ്യമനോഹരമായ ഈ പുസ്തകത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ ജോമോൻ എന്ന എൻ്റെ പ്രിയ അനുജനോട് സ്നേഹപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പാതയിലേക്ക് താങ്കളുടെ എഴുത്തിൻ്റെ കരുത്ത് കൂട്ടണമെന്നാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ചുരുങ്ങുന്നു. ഇളം മഞ്ഞിൻ
കുളിരുമായൊരു കുയിൽ ഇടം കൂടു കൂട്ടുന്ന സുഖം ഹൃദയമുരളിയെ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമംഗളി ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമംഗളി നിറമണിഞ്ഞ മനോജ്ഞമാ ജീവനിൽ ഉണരൂ ദേവാ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചി കൂടു കൂട്ടുന്ന സുഖം. Thank you. മനോഹരമായ ഈ സായാഹ്നത്തിൽ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും അതുപോലെ തന്നെ തുടി എന്ന സിനിമയുടെ മ്യൂസിക്കൽ CD പ്രകാശനം ചെയ്ത ഈ ധന്യ മുഹൂർത്തത്തിൽ സ്വാഗതം ആശംസിച്ച സന്തോഷ് മാനസം, അധ്യക്ഷൻ ഡോക്ടർ പി സന്തോഷ്, പുസ്തക പ്രകാശനം ചെയ്ത പ്രാപ്പോയിൽ നാരായണ മാസ്റ്റർ, AN ബാലകൃഷ്ണൻ മാസ്റ്റർ, ചണ്ണക്കൻ, എലിസബത്ത്, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലങ്ങാണ്ട് ഒരിടത്ത് നിന്നും നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്നാണ് കാവ്യഭാഷ്യം. 2020 ഡിസംബർ മാസം 26-ാം തീയതി വൈകുന്നേരം ഈ സായാഹ്നത്തിൽ ഇത് സംഭവിക്കണം എന്ന് തീരുമാനിച്ച ജഗദീശ്വരന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തുടി വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായ പണിയ സമുദായത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഗോത്രഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ്. ജോബിയെയാണ് ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ഓർമ്മിക്കുന്നത്. അദ്ദേഹം ആ ഒരു മനസ്സ് കാണിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു സിനിമ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇത് യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. സന്തോഷ് മാനസം ഇങ്ങനെയൊരു സിനിമ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ വയനാട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ ഗോത്ര വിഭാഗത്തിൻ്റെ ആളുകളെ പരിചയപ്പെടുത്തുകയും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. ഇവിടെ ഇല്ലാത്ത വിനോദേട്ടൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സഹോദരൻ, അതുപോലെ തന്നെ അവരുടെ ഗോത്ര ഭാഷകൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്നേഹം നിറഞ്ഞ ചണ്ണക്കേട്ടൻ, സാങ്കേതിക സഹായങ്ങൾ ചെയ്തു തന്ന വിഷ്ണു, ഇവരെല്ലാം സ്നേഹത്തോടു കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് പുറത്തിറങ്ങിയ എൻ്റെ പുസ്തകം ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകമാണ്. പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ ഗുരുക്കന്മാരെല്ലാം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നീട് ജീവിക്കുവാൻ വേണ്ടി കച്ചവടത്തിലേക്കും തൊഴിലിലേക്കും ഒക്കെ കടന്നപ്പോൾ എഴുത്ത് എന്ന ഒരു കാര്യം ഞാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ മാറ്റിവെച്ചു. എങ്കിലും പുസ്തകം വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ ചിന്തകളെ സാഹിത്യത്തിൻ്റെ ഭാവനകളിലൂടെ കാണുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ നാട്ടിൽ വരികയും ലോക്ക്ഡൗൺ ഉണ്ടാകുകയും ചെയ്തത്. ആ ഒരു സമയത്ത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ പണ്ട് ഞാൻ എഴുതിയിരുന്നത് പോലെ വെറുതെ എന്തൊക്കെയോ കുറിക്കുവാൻ തുടങ്ങി. സന്തോഷ് മാനസത്തിനോട് ഞാൻ ഒരു കവിത റെഡി ആയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കത് റെക്കോർഡ് ചെയ്യാം, ഫേസ്ബുക്കിൽ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനത് റെക്കോർഡ് ചെയ്തു, ഫേസ്ബുക്കിലിട്ടു. ഒരുപാട് ആളുകൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ കവിതയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ 2-3 കവിതകൾ കൂടി പാടി ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. ഒരുപാട് ആളുകൾ നല്ല പ്രോത്സാഹനങ്ങൾ നൽകി. എഴുതുവാനുള്ള ഒരു ആവേശവും ഒരാഗ്രഹവും എൻ്റെ മനസ്സിൽ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ്
വസന്തകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ഈ പുസ്തകം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത്. തന്നെ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അദ്ദേഹം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ എഴുതി. നാരായണ മാഷെ എനിക്ക് പരിചയപ്പെടുത്തി. നാരായണ മാഷിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ, എൻ്റെ എഴുത്തുകൾ ഞാൻ സമർപ്പിച്ചു. അദ്ദേഹം നല്ല പ്രോത്സാഹനങ്ങൾ നൽകി. പിന്നീട് അത് ഇന്ന് ഒരു കവിതാ പുസ്തകമായി പ്രസാധനം ചെയ്യുകയാണ്. ഈ സുന്ദരമായ നിമിഷത്തിൽ എന്നെ സ്നേഹിച്ച, എൻ്റെ എഴുത്തുകളെ സ്നേഹിച്ച ഈ 2 കലോപഹാരങ്ങൾക്കും എല്ലാ സാങ്കേതിക സഹായങ്ങളും സ്നേഹവും നൽകിയ സ്നേഹം നിറഞ്ഞ സൗഹൃദങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഏറെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി പറയുക, ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഈ മനോഹരമായ സായാഹ്നത്തിൽ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരൻ സന്തോഷ് മാനസത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മനോഹരമായ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ഡോക്ടർ പി സന്തോഷ് അസിസ്റ്റന്റ് പ്രൊഫസർ, പയ്യന്നൂർ കോളേജ്, ഞങ്ങളുടെ എല്ലാവരുടെയും JCI കാക്കാഞ്ചാലിൻ്റെ ഒരു സൗഹൃദ വലയത്തിലെ മനോഹരമായ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നൽകിയിരിക്കുന്ന സ്നേഹത്തിലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം കാണിച്ച ആ നന്മ നിറഞ്ഞ മനസ്സിനും ഏറെ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പുസ്തകം പ്രകാശനം ചെയ്ത പ്രാപ്പോയിൽ നാരായണൻ മാഷ്, അദ്ദേഹം ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് ഞാൻ എഴുതിയ എഴുത്തുകളിലെ തെറ്റുകൾ പറഞ്ഞു തരികയും നല്ല രീതിയിൽ കവിതകൾ എഴുതുവാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തരികയും ഈ കവിതയ്ക്ക് വേണ്ടി മുഖവരകൾ എഴുതുകയും എല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത് ഈ ഒരു പരിപാടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിലും ഒരുപാട് സഹായങ്ങൾ ചെയ്ത പ്രാപ്പോയിൽ നാരായണൻ മാഷ്, അദ്ദേഹത്തെ ഏറെ നന്ദിയോടുകൂടി ഈ സുന്ദരമായ നിമിഷത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. പുസ്തക പ്രകാശനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിയ AM ബാലകൃഷ്ണൻ, കേരള സാഹിത്യ ശാസ്ത്രീയത്തെ അദ്ദേഹത്തിൻ്റെ ആ നന്മ നിറഞ്ഞ മനസ്സിനെ ഏറെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് തുടി എന്ന സിനിമയുടെ മ്യൂസിക്കൽ CD പ്രസാദനം ചെയ്തു. ആ CD പ്രസാദനം ചെയ്ത വയനാട്ടിലെ വെള്ളമുണ്ട ആദിവാസി ഗോത്രമൂപ്പനായ ചണ്ണക്കനെ, അദ്ദേഹം വയനാട്ടിൽ നിന്ന് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പരിപാടിയിൽ ഭാഗമായി. അതുപോലെ തന്നെ അദ്ദേഹം തുടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുവാനും, ഈ സിനിമ മലയാളത്തിലല്ല, അതായത് ഇത് ഗോത്രഭാഷയിലാണ് ഈ സിനിമ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഗോത്രഭാഷയിൽ ഞാൻ എഴുതിയിരിക്കുന്ന മലയാളത്തിലുള്ള ഡയലോഗുകളെ മാറ്റി എഴുതുവാൻ വേണ്ടിയിട്ടും അവരുടെ ആചാരങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ഏറെ സഹായിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ സിനിമയിൽ അദ്ദേഹം ഇതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം കാണിച്ച ആ നന്മ നിറഞ്ഞ മനസ്സിനെ ഏറെ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ഈ തുടിയുടെ CD ഏറ്റുവാങ്ങിയ ഗായിക എലിസബത്ത്, ആ ഗായികയുടെ പാട്ടുകൾ നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയിലേക്കുള്ള കടന്നുവരവിനെ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു.